നമ്മൾ ഈ ഒരു മഴക്കാലത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു വാടകപ്പേരേക്ക് മാറിയത്. ഈ വാടകപ്പേര ഗൈസ് ഇപ്പോൾ കച്ചവടം അയക്കുകയാണ്. കച്ചവടം ആയത് പറഞ്ഞാൽ നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്. നമ്മൾ 5 മാസത്തിന് ഗൈസ് നമ്മൾ എഗ്രിമെന്റ് വെച്ചിനി 5 മാസം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇറങ്ങുള്ളൂ എന്ന്. ഞങ്ങളാണ് ഇവിടെ നിന്ന് സെറ്റ് ആയതാണ്. പക്ഷേ എങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. അതായത് പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ഒരു കച്ചവടം ഉറപ്പിച്ചാൽ. എന്തായാലും നമുക്ക് ഇനി ഒരു 4 മാസം പാടുണ്ട്. ഇവിടുന്നാണ് പൊട്ടിപ്പോയത്. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആ ഷീറ്റൊക്കെ അവിടെയൊക്കെ കീറിക്കണ നോക്കിയാൽ 2 ദിവസത്തെ അധ്വാനമാണ് കേട്ടോ. ഇവിടെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഷീറ്റൊക്കെ കീറി കിടക്കണത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇതെന്താണ് ഗൈസ് ഇത്ര കയ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് വ്ളോഗൊന്നും ഇല്ല. ഇനി തറവാട്ടിൽ നിന്ന ടൈം ഗൈസ് നമ്മൾ എങ്ങനെ ആയാലും ഒരു 2 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കലുണ്ടായിന്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് നമ്മൾ വ്ളോഗ് എടുക്കാത്തത്? ഇങ്ങോട്ട് വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഗൈസ്, ഇതൊന്നാമത് റോട്ടുമ്പക്കാണ്. അപ്പൊ ഈ പോണയും വരുന്ന ആൾക്കാർ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണോണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ചെറിയൊരു ചമ്മലുണ്ട്. മറ്റേത് പറഞ്ഞാൽ കുന്നുംപുറം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരെ ഒച്ചയും വിളിയാ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ആൾക്കാരില്ലോടത്തൊന്നും വ്ളോഗ് എടുക്കൽ നടക്കൂലെന്ന്. അതായത് കുന്നുമ്മല ആയതുകൊണ്ട് എന്താ അറിയോ, നമ്മൾ ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു റീസൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 വയസ്സായാലും ഈ സൈഡ് അല്ല, വർത്താനം പറയാനും ബേക്കൂല ഗൈസ്. എനിക്കറിയില്ല വലുതാവുമ്പോ ഞാനൊക്കെ എങ്ങനെ ഒരാളോട് വർത്താനം പറയാം. ഇങ്ങനെ ഇമാതിരി രീതിയിലായി കഴിഞ്ഞാൽ ഗൈസ് നടക്കുന്ന പരിപാടിയില്ല. എനിക്ക് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ കാര്യത്തേക്ക് കിടക്കാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗൈസ് പൊലം മഴ. ആ ഒരു മഴയത്ത് ഗൈസ് നമ്മളെ നിലമ്പൂരിലുള്ള ഒരാള് ഒഴുക്കിപ്പെട്ടിക്കണ്. അതായത് അപ്പൊ ഗൈസ് അങ്ങനെ അപ്പൊ അതിന്റെ തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മഴക്കാലത്ത് നല്ല ഈ മഴക്കാലത്ത് നിങ്ങൾ പൊയിൽ ഇറങ്ങിക്കോളി. പക്ഷെങ്കിൽ ഈ വെള്ളം കൂടുന്ന ചില ടൈമുകൾ ഉണ്ടാവും. ആ ടൈം നിങ്ങൾ എല്ലാവരും ഒന്ന് പൊയിന്നൊക്കെ ഒന്ന് മാറിക്കുക, ഒന്ന് സേഫായി നിൽക്കുക. ഇപ്പം ഞങ്ങളായാലും കഴിച്ച് നമ്മളൊക്കെ മഴക്കാലം പ്രതീക്ഷിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഒരു മഴക്കാലത്തുള്ള ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിച്ചാൻ പോക്കാണല്ലേ. നമുക്ക് വൈകുന്നേരത്തേക്ക് എന്താ കൂട്ടാൻ, ഉച്ചക്ക് എന്താ കൂട്ടാനെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ പൊയിന്നാണ് മീൻ പിടിക്കേണ്ട പരിപാടികളൊക്കെ. അപ്പം നമ്മളടക്കം അതൊക്കെ ഒന്ന് ഒതുങ്ങിക്കാണ്. അല്ല, ചീഞ്ഞ ചക്കീകാരം. അപ്പൊ ഈ മഴക്കാലത്ത് എല്ലാരും ഒന്ന് മഴക്കാലത്തല്ല, ഈ പൊലം വള്ളത്തിന്റെ ടൈം എല്ലാവർക്കും ഒന്ന് ഒതുങ്ങിക്കട്ടോ. ചെറിയ കുട്ടികൾക്ക് നമ്മളെ വ്ളോഗ് കാണുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. അതായത് നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പറഞ്ഞാൽ ഈ തോട്ടിലും പൊയിലും ചാടുന്ന വമ്പ് ഊറ്റുള്ള പരിപാടിയാണ്. നമുക്ക് ഏകദേശം ഈ ഒരു പ്രായമായി വരുമ്പോഴേ എനിക്കൊരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ 23-24 വയസ്സ് വരെ എത്തിയൊക്കെ ഉണ്ടല്ലോ, വമ്പം വലിയ കിട്ടലാണ് ഗൈസ്. കാരണം ഞങ്ങൾ കാട്ടാത്ത കുത്തിത്തെരിപ്പ് കാര്യങ്ങളില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ മലവെള്ളപ്പാച്ചില്, അതായത് 10ാം ക്ലാസ് +2 പഠിച്ച ടൈമൊക്കെ ഗൈസ് പൊലം ചാട്ടം. ആംബുലൻസ് ഒക്കെ പോണോ ഗിജി? എവിടോ എന്തോ സീനുണ്ട് ഗൈസ്. നമ്മളെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആംബുലൻസിൻ്റെയും എല്ലാ വണ്ടീൻ്റെ ഫയർഫോഴ്സിൻ്റെയും ഫയർ പോലീസിൻ്റെയും അങ്ങനത്തെ കുറേ വണ്ടികൾ ഇത് കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീടിപ്പായുന്ന ഏരിയയാണ് നമ്മളെ ഏരിയ. കാരണം നമ്മളെ ഏരിയയിലാണ് ഈ കുന്നും മലയൊക്കെ ഉള്ളത്. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയത്, അതായത് ഞാനും അനുവും പിന്നെ എൻ്റെ ഒപ്പം, അതായത് നമ്മൾ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ എത്തി, അതായത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ എത്തിയത് എന്ത് തേങ്ങ പറയുന്നത്. അതായത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഗൈസ് ഈ 25 വയസ്സ് വരെ എത്തിയത് വലിയൊരു കിട്ടലാണ്. കാരണം ഞങ്ങൾ അമ്മാതിരി ആരും ചെയ്യാത്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ആ ഒരു പ്രായത്തിലത്തെ പൊട്ടിത്തെറപ്പിൽ നമ്മൾ ചെയ്ത് കൂട്ടിയത്. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോണ്ടല്ലോ നമുക്ക് കയ്യും കാലും വറക്കുകയാണ്. നമ്മൾ എങ്ങനെ ഇവിടെ ഈ ഒരു 25ാം വയസ്സിലേക്ക് ഇങ്ങനെ എത്തി എന്നുള്ള കാര്യം എനിക്കൊക്കെ അത്ഭുതമാണ് ഗൈസ്. കാരണം അങ്ങനെയാണ് നമ്മൾ കാട്ടിയത്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി വിഷയത്തിലേക്ക് കിടക്കാം. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു മഴക്കാലത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു വാടകപ്പേരേക്ക് മാറിയത്. ഈ വാടകപ്പേര ഗൈസ് ഇപ്പോൾ കച്ചവടം അയക്കുകയാണ്. കച്ചവടം ആയത് പറഞ്ഞാൽ നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്. നമ്മൾ 5 മാസത്തിന് ഗൈസ് നമ്മൾ എഗ്രിമെന്റ് വെച്ചിനി 5 മാസം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇറങ്ങുള്ളൂ എന്ന്.
ഇപ്പോൾ നമ്മളിവിടെ ഏകദേശം സെറ്റ് ആയിട്ട് ഇപ്പൊ ഏകദേശം 1 മാസം ആവാനായിട്ട് ഗൈസ്. 1 മാസത്തിന് ഇനി ആകെ 3 ദിവസം പാടുള്ളൂ കേട്ടോ. ഇന്ന് എത്രാം തീയതി? 8-ാം തീയതി 9-ാം തീയതി 3 ഗൈസ്, 1 ദിവസം പാടുള്ളൂ. 10-ാം തീയതി. ആ അപ്പൊ ഗൈസ് നാളെയും പാടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം നമ്മൾ ഇവിടെ തികയാണ് നമ്മൾ ഈ വാടകപ്പേരിക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയടാ എന്താണുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ തന്നെ അടുത്തൊരു വാടകപ്പേരയും പാടെ നോക്കൽ തുടങ്ങണം. എന്നാലേ ഗൈസ് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് വാടകപ്പേര കിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ മഴക്കാലത്ത് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി വെക്കണ ഭയങ്കര വലിയ ചടങ്ങ് കഴിക്കാരം. ഞങ്ങളാണ് ഇവിടെ നിന്ന് സെറ്റ് ആയതാണ്. പക്ഷേങ്കിൽ എന്താ ഈ നമ്മള് ഇങ്ങനെ ആയിപ്പോയി. അതായത് പെട്ടെന്നായിരുന്നു ഇതിന്റെ ഒരു കച്ചവടം ഉറപ്പിച്ചാല്. എന്തായാലും നമുക്ക് ഇനി ഒരു 4 മാസം പാടുണ്ട്. ആ ഒരു 4 മാസം നമ്മൾ ഇവിടെ തന്നെ ഇരിക്കാരം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളെ ഏരിയ അല്ലേ. ഇവിടെ ഫുള്ള് പുയ്ക്കള് പുയ്യ പറഞ്ഞു കഴിഞ്ഞാല് എങ്ങോട്ടപ്പോ പോയത്? സ്റ്റോപ്പ് ചെയ്ത് വെക്കുക, കാട്ടിത്തരാം, സാധനം കാട്ടിത്തരാണ്. അതായത് ഗൈസ് മഴക്കാലം ആകുമ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഈ റബ്ബർ എല്ലായിടത്തും പിന്നെ മരങ്ങളൊക്കെ എല്ലായിടത്തും ഒക്കെ നല്ലോണം ഉണ്ടാവും. ഞങ്ങൾക്ക് കാട്ടിത്തരാം. ഫുഡ് കഴിക്കണമല്ലോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇതൊക്കെ ഞാൻ കുറേ എണ്ണത്തിനെ തട്ടിട്ടാണ്. കണ്ടോ തൊപ്പ പുയ്ക്കള് ഉദാഹരണത്തിനാക്കണ് ഇവിടെ തൊപ്പ പുയ്യ് ഇവിടെ കാട്ടി കൊടുക്കാനാണെന്ന് ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിയാ തൊപ്പ പുയ്ക്കള് ഇതൊക്കെ മേത്തട്ടിയുണ്ടല്ലോ, ചൊറിച്ചില് നിക്കൂല. ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരും, ഔത്തേക്ക് ഇങ്ങനെ കയറി വരും. ചുമരുമ്പോ എത്തിക്കും ഇവിടെ കണ്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരും. ഇമ്മയാണെന്നുണ്ടെങ്കിൽ ചൂലെടുത്ത് തന്നെ തട്ടിക്കളയാനായിട്ട് ഇമ്മ അങ്ങനെ ഒരു ചൂല് ഇതിനായിട്ട് വെച്ച് കാണും ഇവിടെ കണ്ടോ. എപ്പോഴും അകത്ത് കയറാൻ പറ്റൂലല്ലോ. ചൂല് കയ്യിൽ വെച്ചിക്കലാണ് മമ്മ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും വന്നുകൊണ്ടേ നിൽക്കുകയാണ്. പക്ഷേ കഴിച്ച് നമുക്ക് ഇതുകൊണ്ട് ഉള്ളിക്കൊരു ശല്യമല്ലോ കേട്ടോ. ഈ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമല്ല നമുക്ക് ഈ പുയ്യിന്റെ ഒരു ശല്യം. പക്ഷെ അകത്തേക്കാണെങ്കിൽ പുയ്യും സാധനങ്ങളൊന്നും കയറുന്നില്ല. എന്താണാവോ എനിക്ക് തോന്നുന്നു കഴിച്ച് അകത്ത് ഉമ്മ ഉണ്ടായോണ്ടാണ് തോന്നുന്നുണ്ട് പുയ്യ് കയറാത്തത്. ഒരു ചൂലും ഞാനും ഇവിടെ തന്നെയല്ലേ ചുറ്റിനും, അതാണ് കയറാത്തത്. അപ്പൊ കഴിച്ച് നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ തറവാടിന്റെ അവിടെ നമ്മൾ പോയി നോക്കിയിട്ടില്ല. ഇത്രയും നല്ല അടിപൊളി മഴ പെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല കഴിച്ച്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. അതേപോലെ തന്നെ നമ്മൾ കഴിച്ച് നമ്മളെ പെരന്റെ കല്ലൊക്കെ ഒന്ന് ഇടിയാതെക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് കെട്ടീന്. ആ ഷീറ്റ് പൊളിഞ്ഞാടിക്കണ്, ഷീറ്റ് കീറിയിക്കണ് പറഞ്ഞിട്ട് അവിടുത്തെ അയൽവാസി നമുക്ക് വിളിച്ചിന് കേട്ടോ കഴിച്ച്. നമ്മളിപ്പോ അങ്ങോട്ടൊന്ന് പോയി നോക്കണം. എന്നാ അമ്മമ്മ എല്ലാരും ബാ അവിടെ പോയി നമുക്ക് കഴിച്ച്. നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ലിഗ്മെന്റ് ഇല്ലാത്ത ആളാണത്. കണ്ടു കഴിഞ്ഞാ പറയോ മോണ്ടേജ്? ഇല്ലല്ലോ പറയില്ല. ലിഗ്മെന്റ് ഇല്ലാത്ത ആളാണ് ആ മണ്ടി പോയത്. അടുത്ത ആൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചക്കക്ക് വേണ്ടിട്ട് പൗത്ത കേടുന്ന ചക്ക പറഞ്ഞിട്ട് പൗത്താക്കിയാണതേ. എന്നിട്ട് വണ്ടി പോയി എടുത്തിക്കണ്. പച്ചേ അതെങ്ങനെ പോയി കഴിഞ്ഞടിയത്? ഉമ്മ അടിച്ചു നോക്കുന്നുണ്ട്. കാറ്റുണ്ടോ മമ്മ ജീവണ്ടോ? എങ്ങോട്ട് പോവാൻ വേണ്ടി നോക്കി ഏറ്റിക്കൊണ്ടിരുന്ന നോക്കിയാ. ഓ എത്ര ചക്ക നേറ്റ ഒരു പ്രശ്നമല്ല. എന്നാലോ നടക്കാനൊറ്റ വെക്കൂല്ലേ. നമ്മള് പെരനാണ്ട് പോവാറിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ചക്ക എടുക്കാൻ വേണ്ടി വണ്ടിക്കണേ. ഓല അറിയാതെയാണ് ആ വീട് എടുത്തത്. ചക്ക അല്ലേടാ നമുക്ക് ചക്ക കുറവല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ചക്ക. അതെ 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 ശരിയാണ്. എന്തായാലും ഗൈസ് നമ്മൾ ഇനി നേരം വേപ്പിച്ചിട്ടില്ല, വളഞ്ഞാക്കിയില്ലേ. നമുക്ക് നേരം പെരീക്ക് പോവാം. അങ്ങനെ ഗൈസ് നമ്മൾ പെര നനയാതാക്കാൻ വേണ്ടി ഷീറ്റൊക്കെ നല്ല അടിപൊളിയായി കെട്ടീനി. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ നമുക്ക് പോയി നോക്കാം. ബരി എന്ത് ഇതെന്താ ഗൈസ് നമ്മളെ പെരീക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ. കാല് കഴുകി പോകണം. മീനും പിടിക്കാം ബാ. അപ്പോൾ ഈ ഒരു ഇതിന്റെ ഫുള്ള് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മമ്മയാണ്. കല്ല് നനയാക്കാൻ വേണ്ടി കഴിച്ച് നമ്മൾ ഡാർപ്പായി വലിച്ചു കയറ്റി. ഇപ്പൊ ആ ഡാർപ്പായിന്റെ അവസ്ഥക്കാണ്. ഇനിയിപ്പോ തീരെ നനിയിലേക്കല്ലേ അമ്മമ്മ? ഇനി നനിയില്ല. എവിടുക്കാ നനിയില്? ഇനി കഴിച്ച് തീരെ നനിയില്ല. വാ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി വെക്കാം. എനിക്കതല്ല ഷീറ്റാണ് നാസായി, അതാണ് ഇപ്പൊ ഉണ്ടായത്. അല്ല വേറെ ഒന്നും ഉണ്ടായില്ല. അത് കഴിച്ച് നോക്ക് അവിടെ ഒരു ഓട്ടായി. നല്ലൊരു ഷീറ്റ് കിട്ടോ. നന്നായി. ഞാൻ അപ്പോഴും പറഞ്ഞു കുറച്ച് കല്ലല്ലേ അത് നനഞ്ഞോട്ടേന്ന്. അപ്പം ഇതിന് ആ കല്ല് വെട്ടി ഉണ്ടാക്കിയത് ഉമ്മമ്മയാണെന്ന് തോന്നും. രാത്രി കല്യാണില്ല. വെള്ളം കുറച്ചാക്കണം. ഇവിടെ തൂങ്ങിക്കണില്ലേ? ഇന്നലെ ഇവിടെ തൂങ്ങിയത് കാരണം നമ്മൾ കല്ല് വെട്ടി ഉണ്ടാക്കിയത് ഞാനല്ലേ. പൈസ മുടക്കിയതേ കുറച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയ കൈ തന്നെയാണ്.
ശരിയാണ് കഴിച്ച് നമ്മളെ അവിടുത്തെ താത്ത വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മള് ഇവിടെ വലിയ അലോക്കിന്റെ വലിയ തൂക്കാണ് ഇവിടെ ഇവിടെ വരെ ഉണ്ടായിന് കഴിച്ച് ആ തൂക്കം. എന്നിട്ട് ആകെ നിറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇന്നലെ വന്നിട്ട് ഓട്ടോ കുത്തി കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാമ്പാട് കീറി പോയിട്ട് ഈ ഷീറ്റ് നമുക്ക് ഒന്നിനും പറ്റാത്ത രീതിയിലായിന് കഴിച്ച്. ഇപ്പോഴും ഉണ്ട്, അത്യാവശ്യം വലിയ ഷീറ്റിനെ കിട്ടിയിരിക്കണ്. ഇവിടെ ഉണ്ടല്ലേ അത് ഓട്ടോ കുത്തി കഴിഞ്ഞു. അതായത് അതായിട്ട് ബാക്കി വെക്കണ്ട. അല്ല ഈ തൂണ് നമുക്ക് ഇവിടുന്ന് കഴിച്ചല്ലേ, അല്ലെങ്കിൽ അവിടെ ഓട്ടയാവും. തൂണ് ഇവിടുന്ന് എടുക്കുക. വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ ഇത്ര വാങ്ങിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ആ ഫ്രണ്ട് ഭാഗം ഈ ഭാഗം തനീനുള്ളൂ. തൂണ് കുത്തിയോണ്ട് അത്രേ തൂണ് കുത്തിയോണ്ട് ഇങ്ങനെ നിന്നു. അല്ലാതെ ആകെ ഒന്നൊരു കുമ്പളുത്തീനി. ആ തൂണ് ഒന്നുകൂടി അവിടെ ഒരു തൂണ് കൂടി അവിടെ ഉണ്ടെങ്കിൽ ഇത്രയും കൊറേ അഭിപ്രായം വരുമല്ലോ. അല്ല കഴിഞ്ഞ ഈ തൂണ് കൂടി ഇല്ലെങ്കിലാ ഈ തൂണ് കൂടി ഇല്ലെങ്കിൽ ആ കയറൊക്കെ പൊട്ടി ഇങ്ങോട്ട് വെള്ളം നിൽക്കൂലേ റൂമിൽ. ശരിയാണ്, കയ്യും പൊക്കത്തിന് കൊറേ അഭിപ്രായം ഉണ്ടാവും. പൊട്ടാനുള്ള കാരണം ഞാൻ പറയട്ടെ, ആ ഡ്രമ്മിൽ വെച്ച് ആ മുള പൊട്ടി ഇങ്ങോട്ട് പോകും. ഇപ്പോഴാ അറിയണേ. അത് നോക്കിയ കൈ ഇന്നാള് പറഞ്ഞില്ലേ ചെറുതായിട്ടൊരു മുള പൊട്ടുണ്ടെന്ന്. ആ മുള കണ്ടത് അത് പൊട്ടിയാണ് പോകുന്നു. കെട്ടിയാ മതി, പൊട്ട് കണ്ടുകൊണ്ട് അങ്ങനെ വെച്ചില്ലേ. അത് വെയിറ്റ് കാറ്റെടുക്കല്ലേ, കാറ്റ് നല്ല എടുക്കണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. കാറ്റ് മഴ അജാതി മഴയാണ്. കാരണം മനസ്സിലാവുമല്ലോ, പൊയിലൊക്കെ അമ്മാതിരി വെള്ളം കയറിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം കാറ്റ് മഴ അതന്നെ പറഞ്ഞു. ഒരു 5-6 ദിവസം നിന്നല്ലോ, അത്രയും നിന്നില്ലേ. അതാണ് ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കണേ. പുല്ലാണ് അമ്മ പിന്നെയും വലുതായിക്കണേ. ഞാൻ പറയുമ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ആട് നിർബന്ധ, അല്ലാന്നുണ്ടെങ്കിൽ പശു കയറ്റി തീറ്റാനേ. ഓ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിന് കുറച്ച്, അതൊക്കെ പോയി. അപ്പൊ മുട്ട പോയില്ല. ഏത് അത് നിൽക്കുക ഓട്ടത്താ. ഞങ്ങൾക്ക് ഒരു കാര്യം കാട്ടിത്തരാം. മമ്മ ഒരു കാര്യം കാട്ടിത്തരാം കേട്ടോ, ശ്രദ്ധിച്ചു കണ്ടോ. എന്റെ മേത്തൊന്നല്ല, അങ്ങോട്ട് നോക്ക്. പാമ്പിന്റെ തൊലി ഗൈസ്, പാമ്പിന്റെ തൊലി. അത് ഇപ്പോഴാ കാണണം കേട്ടോ. ഇവിടെ നിന്നാണ്ട് ഊരിക്ക ചെറുക്കാം. മഴ ചെയ്തപ്പോഴേ മൂപ്പര് വെള്ളം അയച്ചാൻ വേണ്ടി നമ്മളെ വെച്ച് അമ്മ നോക്കണ്ടത്. ഡ്രസ് അയച്ചാൻ വേണ്ടിട്ട് ഉണ്ട്. പിന്നെ മുറ്റത്തുനിന്നല്ല നാളെ ആണല്ലേ കിട്ടിയേ, പിന്നെ ഉണ്ടാവൂലേ. അതിനെ അന്ന് കളഞ്ഞില്ലേ. പറയാൻ പറ്റൂല എന്തൊക്കെ ജന്തുക്കൾ ഉണ്ടെന്ന് അറിയാൻ പറ്റൂല ഗൈസ്. കാരണം ഇവിടെ താമസമല്ലല്ലോ. പിന്നെ അപ്പുറത്തൊക്കെ കാട് കയറി കിടക്കല്ലേ. ഒക്കെ മഴ നനയാക്കാൻ വേണ്ടിട്ട് ഒക്കെ ഇതിനുള്ളിൽ കടവട നോക്കുമ്പോ മഴ തന്നെയില്ല. അപ്പൊ ഇവിടെ കയറി വള കഴിച്ച കുപ്പായം കഴിച്ച എന്തെങ്കിലും സൗകര്യം കാട്ടിക്കോട്ടെ. ആരെ പേടിച്ചാനും ഇല്ല. അതേതായാലും അടിപൊളിയായി. നീ എടാ ഇത് ഓട്ടത്തണല്ലോ. അത് നമ്മൾ പോകുമ്പോ കുത്തേ മാറി കൊടുക്കും. ഇനി പെയ്താലും പിന്നെ ഓൾറെഡി ഒന്നുണ്ട് അവിടെ. അല്ല ഇങ്ങോട്ട് തൂങ്ങിക്കോളും, അവിടെ തൂങ്ങിക്കോളും. ചെറിയൊരു ഓട്ടാണ്. നല്ലൊരു പ്ലാസ്റ്റിക് ഇങ്ങനെയായി. ഇനി അതിനെ സമ്മന്തി അരക്കാം, അച്ചാറിടാ അല്ലേ. അച്ചാറിട നമ്മൾ മാങ്ങി കിട്ടുമോ, മാങ്ങി കൂട്ടി സമ്മന്തി അരക്കാം. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ അറിയോ. എന്താ പൊട്ടപ്പണി മാത്രം കഴിഞ്ഞ കുണ കാണുകയല്ല. അല്ല എന്താണാ പറയേണ്ടത്. അല്ല ഒന്നുമില്ല, പൊട്ടത്തരം മാത്രം ചെയ്തോണ്ട്. ഇത് നേരെ മറിച്ച് നമ്മൾ മുറിച്ചങ്ങാണി ചുമര് മുറുക്ക് ഇടുകയാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ അവർക്ക് കാട്ടുകയാണെങ്കിൽ ഇത്ര വരില്ല. ആരാറിനെ നല്ലൊരു മുന്നേറ്റാണത്. ഇപ്പൊ പറഞ്ഞില്ലേ, ഇനി മേലെ പറയരുതേ ഗൈസ്. നമ്മള് മോൾക്കൊന്ന് കേറിയോട്ടെ. കാരണം മോളിന്ന് എന്താ അവസ്ഥ നോക്കട്ടെ കേട്ടോ. അതിപ്പോ എങ്ങനെ ഇപ്പൊ ഇത് കേറാ, ഈ കൂടെ കേറല്ലേ. ആ അങ്ങനെ തന്നെ അതെ നട കീറി പൊതുക്കട്ടോ. ഇവിടെ കട്ടൊന്നുമില്ലല്ലോ, ഇവിടെ കട്ടൊന്നുമില്ല. നിക്ക് ഞങ്ങള് കേറല്ലേ കോല് ബാമോണ്ടാ. ഇവിടുത്തെ വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അപാര വ്യൂ ആണ്. എവിടെ ഗൈസ് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് എന്താ കോലം കാട്ടിത്തരട്ടോ ഗൈസ്, കാട്ടിത്തരാം. ഇങ്ങോട്ട് നോക്ക്, ആ ഷീറ്റ് നോക്കടാ. നമ്മള് സെന്ററിൽ ഒരു കുത്തു കൊടുത്തില്ലേ, ആ ഷീറ്റാണ് കേട്ടോ കാണണേ. അത് പറ്റ വലിഞ്ഞിണില്ലേ, ഭയങ്കരമായിട്ട് വലിഞ്ഞണത്. അത് മിക്കവാറും പെട്ടെന്ന് കീറാനും ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളാ ഇത് വെച്ചിക്കണേ, എന്താ ഈ ഡ്രമ്മ്. ഇതിൽ കുറേ കല്ല് വന്നിട്ടാണ്, വലിയ 4-5 കല്ല് വന്നിട്ടാണ്. അത് വെച്ചിട്ട് പിന്നെ ഈ മുളയാണ് വെച്ചിന്. ഇവിടുന്നാ പൊട്ടിപ്പോയത്. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആ ഷീറ്റൊക്കെ അവിടെയൊക്കെ കീറിക്കണ നോക്കിയാ, ഒക്കെ കീറി ആകെ പോയി. ഈ ഷീറ്റാണ് നമ്മളാ തറവാടിൻ്റെ മുകളിൽ വെച്ച സാധനം. അത്രക്കും വലിപ്പമുള്ള ഷീറ്റാണിത്.
അതൊക്കെ തുമ്പില്ലാതായിപ്പോയി. പോട്ടെ ഗൈസ്, നമ്മളെ 2 ദിവസത്തെ അധ്വാനമാണ് കേട്ടോ ഇവിടെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഷീറ്റൊക്കെ കീറി കിടക്കണത്. നമുക്കിതിപ്പോൾ ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റൂല. കാരണം ഇതിപ്പോൾ ഞാൻ തൊട്ട് നമ്മൾ വലിച്ചു കെട്ടാൻ പോവുകയാണ്. വെക്കണ് ഉമ്മ വെക്കണ ഗൈസ് അടിയിൽ നിൽക്കണത്. നമ്മളെ കൊണ്ട് പറ്റണ രീതിക്ക് നമ്മളിത് കെട്ടി സെറ്റപ്പ് ആക്കണ ഈ കാര്യം. അത് തുടങ്ങലടാ ഗൈസ്. നമ്മളങ്ങനെ ഈ ഭാഗം ഇതാപ്പോൾ കെട്ടി ലെവലാക്കിക്കണേ. നമ്മളെ കൊണ്ട് ഏച്ചു കൂട്ടാൻ പറ്റണ അത്രക്കാണ് നമ്മൾ ഏച്ചു കൂട്ടിക്കണത്. നമ്മൾ ഇങ്ങനെ കെട്ടാൻ വേണ്ടി വന്നതല്ല, എന്താ മട്ടൻ നോക്കാൻ വേണ്ടി വന്നതാണ്. ഈ പൊട്ടിക്കണെന്ന് അറിയാം, പക്ഷേ ഇങ്ങനെ പൊട്ടി ചാമ്പലയിക്കണേ നമുക്കറിയില്ല. ഇനി ഇപ്പോൾ ഉമ്മമാനെ ഗൈസ് നമ്മളപ്പുറത്തെ പേരേക്ക് വിട്ടിക്കണ്. ഉമ്മ ഗൈസ് കത്തി വാങ്ങാൻ വേണ്ടി പോയിക്കാണ്ട് അങ്ങോട്ട്. അവിടെ കത്തി വിളിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈന എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഗൈസ്. ഉമ്മമാൻ്റെ കളിക്കൂട്ടുകാരാണ്. ഉമ്മ അത് വേറെ എവിടെയോ ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊക്കെ ഇനി വലിച്ച് ടൈറ്റാക്കി കെട്ടണം. വലിച്ച് ടൈറ്റാക്കി കെട്ടുമ്പോൾ നോക്കി നല്ല വെയിലുണ്ടായിനി. ഇപ്പം നല്ല മയക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ തറവാടിന്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കണം. അതും നമുക്കൊന്നും പറയാനില്ല ഗൈസ്. അവിടെ പറ്റാതെ നിക്കട്ടെ. അവിടെ ഇമ്മ നിൽക്കണേ, കുറ്റി അടിച്ചുകൊണ്ടിരിക്കണേ. ഇമ്മ വെക്കണ ഒരാവശ്യമില്ലാതെ വല്ല പാമ്പിന്റെ എന്തിനേലും കടി കൊള്ളാൻ വേണ്ടി ആയിക്കോട്ടെ വെറുതെ നടക്കണുണ്ട്. അത് അങ്ങനെ കെട്ടിയിട്ട് കാര്യമില്ല അമ്മമ്മ. കാരണം ഇവിടെ ഓൾറെഡി നോക്കി ഗൈസ് ഇവിടെ നല്ല കുയ്യയക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരു ഓട്ട തുളക്കല്ലാതെ വേറെ നിവർത്തില്ല. കാരണം ചെറിയൊരു ഓട്ടം നമുക്ക് അവിടെ തുളച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് വന്നിട്ട് അവിടെ ഓട്ടം കുത്തിയേക്കണേ. അവിടെ ഒരു ഓട്ടയും വേറെ കൊടുക്കാം. ഏതായാലും ചെറുതായിട്ട് കെട്ടിട്ട അവിടെ അതേപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വെറുതെയാണ് അവിടെ ഇതാക്കിക്കണത്. നമ്മളെ കൊണ്ട് പറ്റണ രീതിക്ക് ഫുള്ളായിട്ട് നനയാതൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല ഗൈസ്. നമ്മളെ കൊണ്ട് പറ്റണ രീതിക്ക് നമ്മൾ ചെയ്യാണ്. രണ്ടാമത്തെ പണി എടുക്കണത് അറിയോ? മൂന്നാമത്തെ പണി. എന്നിട്ട് വേരി ഇറങ്ങാൻ ഗ്യാപ്പില്ലേ? ആയിക്കൂടെ എങ്ങനെ അവിടെ കയറി വെച്ച് വലിച്ചു കെട്ടിയില്ലേ ഗൈസ്? വമ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഗൈസ് ലൈവായിട്ട് മഴ. എന്നാ അമ്മ ഇത് എന്തിനും കാട്ടി തരും എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കഴിച്ചല്ലേ? അത് ചാണകത്തിപ്പോൾ ചവിട്ടിയില്ല. ഇവിടുത്തെ ചാണകത്തിൽ ചവിട്ടാതെ കഴിച്ച അവിടുത്തെ ചാണകത്തിൽ പോയി ചവിട്ടിക്കണേ. കഴിച്ചണ്ടമ്മ ഞാൻ ഇവിടുന്ന് ഇതായിക്കൊണ്ട് ചാടി. ഞാൻ ആസ്മാവിയുടെ കോണി കഴിച്ചോട്ടെ. മാണ്ട ഞാൻ ചാടിക്കൊണ്ട് ഓനക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. എന്നാ ഇതൊന്ന് ലൂസാക്കിമ്മ. ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള വൈകിന്റെ കാര്യം നമ്മൾ ആലോചിച്ചില്ല. ഞാൻ പറയുമ്പമ്മ ഈ കെട്ട് ഇവിടെ കീറിയതല്ലേ? ഒന്നുമില്ല. പോന്നാ മതിയില്ല കയറൊക്കെ ഒന്ന് ലൂസാക്കി കയറ എവിടെ ഓന് കൊടുക്കട്ടെ. ആ ഇനി വലിച്ചോളി. നിക്കടി ഒരിറങ്ങാറേ വലിച്ചല്ലേ പടി കൊടുക്കും. അപ്പൊ ഗൈസ് നമ്മള് ഒരു വിധത്തിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റണ മൈക്ക് വീണ്ടും നമ്മള് ചെയ്തല്ലേ അമ്മമ്മ? വീണ്ടും കെട്ടി വലിച്ചാണ്ട് വെച്ചിക്കണ്. നോക്കിയാ ഇവിടെയൊക്കെ കണ്ടോ? ഒന്നുകൂടി നമ്മള് കെട്ടി വലിച്ചാണ്ട് വെച്ചിക്കണ്. ഇനി എത്ര നേരത്തിനാണെന്ന് അറിയില്ല, നമുക്കറിയില്ല. മഴ ഒന്ന് വരുന്നുണ്ട്. ആ മയക്ക് നിക്കുവോ നിക്കൂലേ? നാളെ അസ്മാവിത്താത്തന്നെ വിളി ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും. നാളല്ല മഴ വരും. ഒരു അസ്മാവിത്താത്ത വിളിച്ചു ഇവിടെ ഉണ്ട് രൂപത്തിൽ. അപ്പൊ അതിന്റെ അറിയാം. ഇപ്പൊ നമ്മള് ഇവിടെ ഒരു 2 ഓട്ടയും കൂടി കുത്തി കൊടുത്തുണ്ടാ കണ്ടാ? ഇവിടെ 2 ഓട്ടയും കൂടി കുത്തി കൊടുത്തിക്കണ്. അവിടെ നോക്കടാ ഫുള്ള് ഓട്ടയാണ്. കണ്ട ജി ഫുള്ള് ഇതേമാതിരി ഓട്ടയക്കണ് ഗൈസ്. ഒന്നും പറയാല്ല, പറഞ്ഞിട്ട് കാര്യമല്ല. സഹിച്ച അതന്നെ ഇനി മാർഗം. ഇനി ഗൈസ് നമ്മളിനി നേരെ എടുക്കാൻ പോകണം അറിയോ? തറവാട് പോണം. തറവാട് മിസ്സാവുന്നുണ്ട്. മുന്നിലേക്കാരോ അവിടുത്തെ വജ്ജ എടുക്കണോ? ഇല്ലല്ലോ, ഞാൻ പോകുമ്പോ കാട്ടിത്തരാം അവിടുത്തെ വജ്ജിന്റെ കോല എന്താ. ചവിട്ടാൻ വൈകൂല, മുട്ട് തണ്ടി വരും. ഞാൻ ഇല്ലെന്നാല് നമ്മളെ വജ്ജെടുത്ത് അരി കൂടെ പോകും. തോട്ടത്തിൽ കൂടെ പാമ്പിന്റെ കടി കൊണ്ടിട്ട് നമ്മളിപ്പോ എടുത്ത വജ്ജില്ലേ? അതിനാ പറഞ്ഞേ കാറേക്കണോടെ. എന്തായാലും പോയി ഇവിടെ കാണാറക്കാൻ പറ്റൂലല്ലോ. അത് ശരി, എന്തായാലും നമുക്ക് പോണം. എന്തായാലും കേസ് നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങാൻ നോക്കാം. ഇവിടെയൊക്കെ പുല്ല് പിന്നെയും കയറി തുടങ്ങുന്നുണ്ട്. എന്തായാലും ഇറങ്ങാം. അടുത്ത മഴക്ക് മുമ്പ് എന്തായാലും നമുക്ക് തറവാട്ടില്ലെങ്കിൽ അവിടെ എത്താൻ നോക്കണം. കാരണം മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് നമുക്ക് എത്തണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. ഗൈസ്
പിന്നെ നമ്മൾ ഈ കുന്ന് കയറാൻ വേണ്ടി വന്നിക്കാണ് അല്ലേ മമ്മ? ആടാ ഇപ്പഴേ അധികത്തോളം കയറാൻ വെച്ച. ആണോ? കേറാൻ ശീലാത്തിയോണ്ടേ അല്ലേ? മറ്റേ ഡെയിലി അങ്ങോട്ടും കൊണ്ട് കയറി ഇറക്കണല്ലേ? അത് 10 ദിവസമായില്ലേ? 10-20 ദിവസമായില്ലേ? ആ അതന്നെ. ആ അടിപൊളിയല്ലേ ഗൈസ്, നമ്മളെ തൊട്ടാലൊക്കെക്കാരെ പെരയണത്. അത് നോക്കി ഇപ്പോൾ പെരപ്പണി പോലെ കഴിഞ്ഞിട്ടുള്ളൂ. 13 വർഷത്തിന് ശേഷം കേട്ടോ. കഷ്ടപ്പാട് ആലോചിച്ച് നോക്കണം. അവസാനം അത് ഓലെ സ്വപ്നം നടന്നു. ഇൻഷാ അല്ലാ അതുപോലെ എല്ലാവരും സ്വപ്നവും നടക്കട്ടെ. ഇപ്പം നമ്മളെ വയ്യ കാട്ടിത്തരും കേട്ടോ. വയ്യ നോക്കിയാ മമ്മ മാറുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങാൻ മമ്മക്ക് ഗതിയുണ്ടാവില്ല. അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. വേണ്ടോ ഒരു റൈഡാവും. സംഗതി ശരി തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. നേരെ നമുക്ക് ഓലെ മുറ്റത്ത് പോയി ഇറങ്ങാം. അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. എത്ര വികിച്ചവിടെ വീടുക്കണോ? ആണോ? വേനണ്ടേനോ? ആ ഞമ്മളിപ്പോ പോകാൻ നോക്കല്ലേ. ഇപ്പൊ മോണ്ടം കഴിഞ്ഞാടി അവിടെ ഒരു വഴി ഇട്ടറ കുത്തിപ്പിടിച്ച് കയറാനല്ലേ? പിന്നെയും കയറട്ടോ. ഇങ്ങോട്ട് പോരുമ്പോഴാണേ ഒന്ന് വൗക്കി കഴിഞ്ഞാൽ പിന്നെ നേരെ അടിച്ച് എന്നിട്ടേ നിക്കുള്ളൂ. ഇപ്പൊ തന്നെ വൗക്കുണ്ട്, ചെറുതായിട്ട് വൗക്കുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നമ്മളിവിടെ എല്ലാം താമസമുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇടക്കിടക്ക് വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഓരോ സാധനങ്ങളൊക്കെ ഇടുവാനില്ലമ്മ. 4-5 പാക്ക് വാങ്ങും മായം. 100 റുപ്യ ഒരു പാക്കിന്. എന്നിട്ട് 5 പാക്ക് 6 പാക്കൊക്കെ വാങ്ങും ഒരു വർഷക്കാലം കഴിയുമ്പോക്ക്. എന്നിട്ട് ഇങ്ങനെ മഴക്ക് തോർച്ച ഉണ്ടാവണതിനനുസരിച്ച് ഇങ്ങനെ ആകുമ്പോ ഇടും. ഒരു തോർച്ച ഇട്ടുമ്പോ ഇങ്ങനെ ഇടും. എന്നിട്ട് പിന്നെയും മഴയും അത് ഒലിച്ചു പോകും. എന്നിട്ട് പിന്നെയും ഒരു ഗ്യാപ്പ് ഇടുമ്പോൾ പിന്നെ ഇടും. ഇതന്നെയാണ് ഈ പരിപാടി. അതിന്റെ വ്ളോഗൊക്കെ നമ്മൾ ചെയ്തിരിക്കണേ. ഒക്കെ കാണുന്നുണ്ടെങ്കിൽ താഴെ ചെന്നാണ്ട് നോക്കിയാൽ മതി. എല്ലാം ഉണ്ടായില്. ഞാൻ ഇവിടുന്നാണ്ട് ഇല്ലാനും ആന്തി വൗക്ക് അതൊന്നും കുഴപ്പമില്ല. വരി നോക്കിയാ പച്ചപ്പ് നോക്കിയാ കണ്ട കേസ് ഇങ്ങനെ ആയി കിടക്കാണ് തേങ്ങ. ഓ തറവാട്ടിക്ക് ഒന്നുകൊണ്ട് ഉപകാരമുണ്ട് ഗൈസ്. നമ്മളെ തറവാടി നമ്മളെ വീണ്ടും വെൽക്കം ചെയ്യാണ്. തേങ്ങ ഒക്കെ തന്നാണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പറ്റൂലല്ലോ. ആ അതന്നെയാണ്. ഇതൊക്കെ വലുതായില്ലേ? കുറച്ച് വലുതായി. കുറെ പച്ച ഇങ്ങോട്ട് വരുമ്പോഴാട്ടെ നമുക്ക് പച്ചപ്പ് എന്താണെന്ന് അറിയണേ. കണ്ടോ ഇവിടെ ചുറ്റിനും കണ്ടോ പച്ചലിയും പച്ചപ്പും. അവിടെ പച്ചലിയും കാടുമില്ല, ചുണ്ട്. അത് വേറെ ഇത് വേറെ. അത് വേറെ ഇത് വേറെ. എത്ര ആയാലും നമുക്ക് ഇതിന്റെ ആ ഒരു ഇത് അവിടെ കിട്ടൂല. സത്യം ഉണ്ടമ്മ എന്തേലും ആയിക്കോണേ പെരക്ക്. അല്ല തേങ്ങ വണ്ടി വരുന്നത് കാല് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ശരി ഇടുന്നത്. വേണ്ട വിറക് അവിടെ ഉണ്ട്, പോകാൻ വിചാരിച്ചമ്മ വറകുണ്ടോ അവിടെ? അല്ല അപ്പൊ ഞാൻ എന്താ കാട്ടുന്നത്? പെരക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല, നിലവിലൊന്നും കാണുന്നില്ല. പേര അടുക്കളയിൽ എന്താ അവസ്ഥ? ഓ ഞാൻ ഇവിടെ വീണമെന്ന് ഞങ്ങളോട് ചോദിച്ചാല് ഇവിടെ ഒരു കുത്തന്നെ കൊടുക്കണം നമ്മള്. ഇവിടെ എത്ര കുത്തിയിട്ട് എന്താ കാര്യം? ഓ അവിടെ പിന്നെ ഇരുന്നു നോക്കിയാ മോണ്ട. ആണോ? ഈ പേര് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മള് ഇവിടുന്ന് പോവൂലാനി കേട്ടോ. ഇതെന്ത് ഇതിനൊരു കുഴപ്പമല്ല. ഇതാണ് ഗൈസ് ഈ പണ്ടത്തെ പേരന്റെ ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പറഞ്ഞിട്ട് ധൈര്യം വേണ്ടേ? ധൈര്യം വേണ്ടേ ഇതിൽ നിക്കാന്? ഒരു പ്രശ്നമല്ല കേട്ടോ. പേടിച്ചു. ഞാൻ കരുതി ആ മഴയൊക്കെ കണ്ടപ്പോ ഗൈസ് ഇതൊന്നും പാടെ ഒരു കുത്തണ്ടേലും ഇട്ട ഒന്നും വേണ്ട. ഇപ്പൊ അവിടെ നിക്കണില്ലേ തൽക്കാലം നമുക്ക് സമാധാനത്തിന് ഒന്നുമില്ല. അല്ലേ ആ വേഷം ഇട്ടക്കണം. ഇനി ഗായ്സ് ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ എന്താന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. നമ്മൾ ആ ഷീറ്റ് എടുത്തോണ്ട് നിക്കണ്. ചോർച്ച മാത്രമുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഗൈസ്. ഉമ്മമാരുടെ റൂമിലൊന്നും പിന്നെ വലിയ അവിടെ ഉണ്ട്, ചെറിയൊരു ചോർച്ച ഉണ്ട്. ആള് വലിയ കുഴപ്പമില്ലല്ലോ ഇവിടെ. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ നാളെ പൊട്ടിയിരുന്നിട്ട് നോക്കിയപ്പോ നമ്മള് നാളെ കമ്പി വെച്ചത് അതൊക്കെ അതേ വയ്ക്കാനുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല നിലവില്. സ്റ്റോർ റൂമിലും ഗായ്സ് നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചോർച്ചകളൊന്നും ഇല്ലാതെ സേഫ് ആയിട്ട് തന്നെ ഉണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ. ചുമരുമ്മക്കൂടെ ചെറിയ ചോർച്ച ഉണ്ട്. ഇത് ഗായ്സ് നമ്മൾ ആ ഷീറ്റ് എടുത്തോണ്ടാണ്. ആ ഷീറ്റ് എടുക്കാതെ നമുക്ക് വേറെ നിവർത്തില്ല. ഇനി അത് വേറെ കാര്യം. എടുക്കാല്ല ഇവിടുന്ന് മോളിന്ന് കണ്ടോ ചോർച്ച ഇങ്ങനെ ഇറങ്ങിക്കണ്. ഇവിടെ ഉണ്ട്, അടുക്കളയിലുണ്ട്. ഇവിടുത്തെ അടുക്കളത്തെ ഷീറ്റ് നമ്മൾ എടുത്തില്ലല്ലോ. അവിടെ വേറെ ഷീറ്റാണ് അല്ലേ? ഇവിടെ അല്ലാത്ത സ്ഥലത്ത് ഇവിടെ ഷീറ്റ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കണം. അപ്പൊ നിലവില് ഇപ്പൊ ഉമ്മയും മമ്മി എന്താ കാട്ടിന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ തൊഴിലുറപ്പോ പഞ്ചായത്തോ ആർക്കും എന്തോ കൊടുക്കുമല്ലോ. എന്താണ് ഹരിത കേരള എന്താണ് ഹരിതസേന ഹരിത കർമ്മ. അപ്പൊ ഹരിത ഭംഗി
അടുത്ത ചേനക്ക് വേണ്ടി കഴിച്ച് നമ്മളിവിടെ വേസ്റ്റ് പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വീട്ടിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൽക്ക് കൊടുക്കലാണ്. എത്ര റുപ്യ കൊടുക്കലോ? 50 റുപ്യ വേസ്റ്റ് കൊടുക്കണേ. ആ, അങ്ങനെയാണ് ചെയ്തത്. ഇത് ഗവൺമെന്റിക്കല്ലേ? ആ, ഓൽക്ക് കൊടുക്കലാണ് ചെയ്യല്. അപ്പോൾ ഓല് വന്നാണ് കൊണ്ടുപോയിക്കോളും പെരിയത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് വെക്കാണ്. ഇത് എടുത്താണ് മുമ്പ് വെക്കും. ഇത് ഓലെടുത്ത് വന്നുകൊണ്ട് കൊണ്ടുപോകും അല്ലേ മമ്മ? അല്ലെ അത് നമ്മള് റോട്ടിൽ ഇറക്കി വെക്കണോ? പെന്നെ മുറ്റത്ത് വെച്ചാൽ മതിയോ? അവിടെ തൂക്കിയില്ല. കാരണേ ഇവർക്ക് പൈസ കൊടുക്കുമ്പോ ചേച്ചി പൈസ കൊടുക്കുമ്പോ ഇവിടെ ഒന്ന് സ്കാൻ ചെയ്യാണ്ട് നമ്മളെ ഭാഗത്ത്. ഞാൻ കാട്ടിത്തരാം. ഏതാണ് സാധനം? ഈ ഒരു സാധനം എല്ലാവരും പെരന്റെ മുമ്പിൽ എന്തിനാന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പഞ്ചായത്തുകാർക്ക് വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതാണ് അല്ലേ? അപ്പൊ ഇത് ഓല് കൊണ്ടുപോയാണ്ട് ഓർക്ക് നമ്മൾ 50 ഉറുപ്പിക കൊടുക്കണം. നമ്മള് സാധനം കൊടുക്കണം. ഒരു ചാക്ക് കൊണ്ടുവരും, ഈ ചാക്കോട് വെക്കും. അല്ല അതിലാറും വെച്ചാൽ നമുക്ക് പയ്യതാർക്ക് കൊടുക്കണല്ലേ? അതാകുമ്പോ ഇത് പയ്യതേലും കൊണ്ടുപോയില്ല. ഇത് കത്തിച്ചാൻ പാടില്ല. പണ്ടൊക്കെ നമ്മൾ കത്തിക്കുന്നേ. ആണോ? ഇപ്പൊ അല്ല എപ്പോഴും നാക്കിൽ കത്തിക്കുന്നില്ലേ? ആരും അറിയാതെ അല്ല ഇത് പോയാ ഞാൻ മീൻ കിട്ടണം. മീൻ വാങ്ങണ കടലാസ് വരെ ഞാൻ കഴുകിങ്ങാണ്ട് കോരുമ്പോ കുത്തിയാണ്ട് ഉണക്കലാണ്. കടലാസ് കഴിക്കാണ്ട് കോൽമ കുത്തി ഉണക്കലാണ്. പ്ലാസ്റ്റിക്കേ അത് മാത്രല്ല ഗൈസ് ഇതൊക്കെയാണ് ഇവിടെ നമ്മള് മറ്റേ മുരിങ്ങാക്കായ പറിച്ചിക്കണ്, അതേപോലെ 2 തേങ്ങ പറിച്ചിക്കണ്, പിന്നെ എന്തൊക്കെയാ മുളക് എന്തോ പറിക്കുന്ന കണ്ടില്ലല്ലോ. അതാക്കണേ മുളകും കറിവേപ്പിന്റെ ഇലയും കാന്താരി മുളകൊക്കെ കഴിച്ച് അവിടെ പറിച്ച് ശേഖരിച്ച് വെച്ചിക്കണം കേട്ടോ. തറവാടിക്ക് വന്നോണ്ട് നമുക്ക് മുതലായിക്കണ്. അതാണ് നമുക്ക് നമ്മളെ പേരിൽ ഇപ്പോഴും ഒരു കേടുപാട് സംഭവിക്കാത്ത ഒരു സാധനമുള്ളൂ. അതെന്താ അറിയോ? നമ്മള് അന്ന് അധ്വാനിച്ച് കിട്ടിയ പുറത്ത് കിട്ടിയതാക്കണ ഈ ഒരു സാധനം തന്നെ. ഇത് ഇങ്ങനെ നിൽക്കുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലേ, പക്ഷെ നിന്നു. ഇപ്പൊ ഏകദേശം എത്രയാടാ? 1 കൊല്ലത്തിന് മുകളിലായില്ലേ? ഒരു കൊല്ലത്തിന് മുകളിലായി. ഇതിനു മുമ്പേ നമ്മള് മുള കൊണ്ടാണ് വെച്ചില്ലേ? അത് ഓർമ്മയുണ്ടോ? നമ്മള് അവിടെ തോട്ടത്ത് പോയാണ് മുളകൊക്കെ കൊണ്ടുവന്നാണ്ട് കെട്ടിയാണ്ട് വെച്ചു. അതൊക്കെ എന്നിട്ട് മായ ചെയ്ത പാക പൊട്ടി പൊളിഞ്ഞതായി. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കമ്പി വാങ്ങിയാണ്ടുള്ള ബുദ്ധി നമുക്ക് തോന്നിയത്. അത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഓക്കെയാണ്. ഫ്രണ്ട് ഭാഗമൊക്കെ ഓക്കെയാണ്. വേറെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളിലത്തെ ചോർച്ചയും കാര്യങ്ങളൊക്കെയാണ്. വേറെ പരിക്കുകളൊന്നുമില്ല കേട്ടോ. അതായത് നമ്മള് ആദ്യം ഉണ്ടായതിന്റെ പരിക്കുകൾ മാത്രമേ തന്നെ ഉള്ളൂ പെരമക്ക് ഉള്ളത്. പിന്നെ ആ ഷീറ്റ് എടുത്തോണ്ടില്ല ചോർച്ച മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കാണാനല്ല നിലവില്. ഇപ്പൊ ഗൈസ് മയക്ക് കുറച്ച് തോർച്ച ഉണ്ട്. ഈ തോർച്ചിൽ നമ്മളെ പെരറ്റം പോകാൻ നോക്കുകയാണ് ഗൈസ്. നമ്മ ഇറങ്ങല്ലേ? കഴിഞ്ഞില്ല എല്ലാ പണി പേരി. അങ്ങനെ ഗൈസ് നമ്മളെ തറവാട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ലൊരു മഴ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് പെരിയിൽ എത്തണമെന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വാടക പെരയും കൂടി നോക്കണം. സംഭവം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ വാടക വെക്കുന്ന സ്ഥലം സെയിലായിക്കണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങണമെന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻറ്റ് കാര്യങ്ങളുണ്ട്. 4 മാസം കൂടി ഇനി എഗ്രിമെൻ്റ് ഉണ്ട്. 5 മാസമാണ് ടോട്ടൽ ഉണ്ട്. അതിന് 1 മാസം ഇപ്പോൾ കഴിഞ്ഞു. ഇനി 4 മാസം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്തൊരു വാടക പെരയും കൂടി നോക്കണം. കാരണം നമുക്ക് മഴക്കാലം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. കാരണം പറഞ്ഞു ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ് അല്ല. ഒന്നാമത് ഇപ്പോൾ ഈ കോലത്തിലല്ലേ, അപ്പോൾ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് വേറൊരു വാടക പെരയും കൂടി മസ്റ്റാണ് അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേന്. അപ്പോൾ ഞങ്ങൾ ഈ ഏരിയയിൽ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒഴിഞ്ഞൊരു വീട് കാണുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് വാടകപ്പെര കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്നാൽ ഇവിടെ കഴിയുമ്പോഴത്തേന് നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ അല്ലേ മമ്മ? പിന്നെ നമ്മൾ ഇറങ്ങാറാവില്ല. പിന്നെ ഈ മഴയിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരണ്ടേ? ഒരു പേരെടുത്ത് ആറ്റി വെച്ചൊരു പേരെടുത്തപ്പോൾ ഒരു പാർക്കാല ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയാണ്. നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഒന്ന് സെറ്റായി വരികയാണ്. അപ്പത്തിന് അടുത്ത ഇതായി ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത വാടകപ്പേര നോക്കുക. അതുള്ള ഇനി നമുക്കൊരു മാർഗം അല്ലേ അമ്മ? എന്തായാലും ഗൈസ് നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇനി ഈ കാണുന്നത്. നോക്കിയാൽ മഴ കൂടുമ്പോൾ താഴത്തേക്ക് ഇറങ്ങാം. എന്നാ പോയി എവിടെ ഇതാക്കണ്? തേങ്ങ ഇതൊക്കെ എടുത്തുക്കണേ, എല്ലാ സാധനങ്ങളും എടുത്തുക്കണേ. ഇനി മെല്ലെ ഇങ്ങനെ ഇറങ്ങാം. മണ്ടാ നിൽക്കണം കേട്ടോ അമ്മ. മഴ പെയ്യണ പറഞ്ഞിട്ട് മണ്ടാ പിടിച്ചോ. അതെന്തിനാ? എന്നിട്ട് ഇമ്മ കൊഞ്ഞാടുമ്പോ ഞാനും കൊഞ്ഞാടാനോ? എന്നാ പേര് ഒരാളുടെ കൈ പിടിച്ചോളി. നമ്മൾ ഈ തോട്ടത്തിൽ കൂടെ നടക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം കുറച്ച് മുള്ളും കൊമ്പും കുത്തിയാലും വേണ്ടില്ല. ഇവിടുന്നാണ് കൊഞ്ഞായിട്ട് റോട്ടുമേ ചെന്ന് ഇറങ്ങണ്ടല്ലോ. വിഗണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് കാട്ടുകൂടെ നടക്കാം. നമുക്ക് 12 അടി വയ്യ ഉണ്ടായതുകൊണ്ടേ നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ല. 12 അടി ആയതുകൊണ്ട് കണ്ടോ ഇത്ര ഉണ്ട്. ആ കാട്ടി കൊടുത്ത പോണ്ട. ഇവിടുന്ന് ഇത്ര സ്പേസ് ഉണ്ട് നമുക്ക്. ഇതൊക്കെ ഇനി നമ്മളെ വയ്യാണ്. നമുക്ക് ഈ കൂടെ കടക്കേ ഉരുള് എന്താ വെച്ചാൽ കാട്ടാ. എങ്ങനെടാ
ഇത് മറ്റേ ആദിവാസികൾ നടക്കൂലേ, അതായത് പണ്ട് കാലത്ത് ജീവിച്ച ആൾക്കാര് ഓല നടക്കണ വായിക്കാം. അതേ പറഞ്ഞിട്ട് കാര്യമാണ്. നല്ല വജ്ജുണ്ട് പറഞ്ഞ കാര്യം വെച്ച് വിൽക്കാൻ കഴിയൂല. റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ആൾക്കാര് പറയുമല്ലോ ഞങ്ങളെ ജീവിതം സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് കാട്ടുകൂടെ നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ കാട്ടുകൂടെ തന്നെ നടക്കുന്നത് വിൽക്കാനാവൂല. അതന്നെ അതേപോലെയാണ് ഇപ്പത്തെ അവസ്ഥ. മുള്ളുണ്ടിട്ടാണ് നോക്കിക്കോ. നോക്കിക്കോ, മുള്ളുണ്ട്. ഈ കൂടെ നടക്കാൻ പേടിയാണ് ഗൈസ്. എന്നാലും നടന്നു നോക്കട്ടെ കേട്ടോ. ബുക്കാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് പോയിക്കോണി. അത് നല്ലൊരു മുന്നേറ്റാണ്. ഇമ്മ പറയുന്ന ഉമ്മ അവിടെ നരങ്ങിയാലാണെന്നാണ്. ഓക്കെ നിരങ്ങണ്ട. ഞാൻ പറയുമ്പോ ഇക്കൂടെ എങ്ങനെ പോരും, എല്ലാം എങ്ങനെ പോരും. കൊയിഞ്ഞാടി കഴിഞ്ഞാണല്ലോ നല്ല രീതിക്ക് കിട്ടുവേ. ഞാൻ ഇതിലേ പോകുള്ളൂ. അവിടെ അതിനേക്കായും പോക്കല്ല. ഞാൻ രാറിന്റെ ഈ തോട് കൂടെ ഇറങ്ങിക്കോളാം മുറ്റത്തേക്ക്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഉമ്മമാന്റെ ബുഗൽ. നിങ്ങളങ്ങനെ കാണണ്ട. ഞാൻ മുകളില്ല. ഞാൻ മുഗ്ഗൂല അങ്ങനൊന്നും വീണ ആളല്ല ഈ വല്യമ്മ. ഞാനേ കണ്ണാണപ്പാലെ ഞാൻ ഇവിടുന്ന് ഒരു വടിയിട്ട് എന്തിനാ അറിയോ? ഇങ്ങനെ കുത്തിപ്പിടിച്ച് പോകാന്. കുത്തിപ്പിടിച്ച് അവിടെ നിന്നൊക്കെ പോന്ന് ഇനി മിക്കവാറും അവിടെ താഴെ ഇവിടെ വരകിന് പോവും, അപ്പുറത്ത് പോവും. പോയാ മതി. ഇയാൾക്ക് പോലെ ഞാൻ ഇവിടെ അങ്ങോട്ട് വിലങ്ങ് കുറിയട്ടെ. ധൈര്യം ഉണ്ടേ എന്നാ പോര്. എനിക്ക് അതിന്റെ ആവശ്യമല്ല, ഞാൻ അല്ലാതെ കൊഞ്ഞടിക്കേണ്ടത്. എന്നാ പോയി പോണേക്കണ അങ്ങോട്ട്. ഇതിന്റെ ഒക്കെ കളർ നോക്കി നിങ്ങൾ. ഈ വയ്യന്റെ കളർ നോക്കിയാ പായലും പൂപ്പലും കടന്നിട്ടാണ് ഈ വയ്യന്റെ കളർ ഇങ്ങനെ കിടക്കണേ. ഈ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബുഗാക്കും തോന്നുന്നുണ്ടോ? അങ്ങനെ കേസ് നമ്മളിപ്പോൾ പെരണ്ട അവിടുന്ന് മായൊക്കെ കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ഡാമിലാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വള്ളം കാട്ടിത്തരാൻ വേണ്ടി വന്നാണ്. നമ്മൾ ഒറ്റക്കല്ല വന്നത്, നമ്മൾ 4 ആൾക്കാരല്ലാതെ പുറത്തുനിന്ന് വേറൊരാളും കൂടി നമ്മളെ കണ്ടപ്പോൾ കയറിയാണ്. നമ്മളെ വിശിഷ്ട അതിഥിയായ മുന്ന അവർകൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ അതിന് വെച്ചു അത് വേറെ അർത്ഥം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്തിനു വെച്ചു? ഗൈസിന്റെ മുഖം ആകെ അടിച്ചു പോയിക്കുന്നുണ്ട് കണ്ടോ. കുരുയൊക്കെ ആകെ അടിച്ചു പോയിക്കണ്. സ്കിൻ ഡോക്ടറെ കാണിക്കണം. ആരെങ്കിലും ഏതെങ്കിലും സ്കിൻ ഡോക്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും എന്താ കാട്ടേണ്ടതെന്ന്. മുന്നേ അങ്ങനെ പേടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ. അതിന് മറവ് പോയി. ഗൈസ് നമ്മളെ പോയതിന്റെ കോല നിങ്ങൾക്ക് കാട്ടിത്തരട്ടോ. ആണോ? എന്നാ അങ്ങോട്ട് പോവാം. പെരും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും മഴന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പുഴയിൽ വള്ളം കൂടിയിരിക്കുകയാണ് ഗൈസ്. വെറും വെള്ളമല്ല, നല്ല രീതിക്ക് വള്ളം കയറിയിരിക്കണേ. മമ്മ നോക്കി കേറിട്ടോ. പൊളിഞ്ഞാടല്ലേ? അത് ചെരുപ്പ് കൂരിട്ട് കയറണല്ലേ? ഞാൻ വിചാരിച്ചു ചെരുപ്പ് അത്ര ഉണ്ട്. താഴെ സ്റ്റെപ്പ് കൂടി ചോട്ടിയുടെ അവിടെ ചോട്ടിയാ മതി. ഇത് മരത്തുമ്പോ കേറണൊക്കെ കേറണാണിപ്പോ. ഓ നല്ല എന്തോ ആണ്. കല്ലും കോരിയോ? ഗൈസ് പോയിന്റ് വ്യൂ നിങ്ങൾ നോക്കി എത്രത്തോളം വെള്ളം ഉണ്ടെന്ന്. അങ്ങനെ അവിടെ മീറ്റർ കണക്കൊക്കെ എഴുതി വെച്ചു കണ്ടോ. അത്ര മീറ്റർ കണക്കൊക്കെ എഴുതി വെച്ചാണ്. ഇപ്പൊ വെള്ളം കുറച്ച് കുറഞ്ഞില്ല മോണ്ടാ. ഇന്നലത്തിനെ അപേക്ഷിച്ച് ഇന്ന് കുറഞ്ഞിരിക്കണം. കാരണം ഇന്നലെ വന്ന് നോക്കിയപ്പോ നല്ല മഴ ഉണ്ടായിനി. പിന്നെ ഇവിടെ കുറെ പാടുകൾ കാണണ്ടോ. അതൊക്കെ മരങ്ങൾ വന്ന് അടിച്ചാണ്ടില്ല പാടട്ടോ. അതൊക്കെ ആ ഷട്ടർമുക്ക് നോക്കി പോണ്ട കണ്ടോ. ഷട്ടർമ കണ്ടോ കുറെ പാടുകൾ സൂം ചെയ്ത് അടിക്കും. ഇവിടെ കുറെ പാടുകളൊക്കെ കണ്ടോ തായ് ഭാഗത്ത്. ഒക്കെ മരങ്ങളൊക്കെ വന്നാണ്ട് അടിച്ചാണ്ടില്ല പാടുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല വെള്ളമാണ്. കാരണം നമ്മളിതിൻ്റെ മുകളിലാണ്. ഈ പുഴ നേരെ വരുന്നത് വയനാട് മേപ്പാടി ആ ഭാഗത്തു നിന്നൊക്കെയാണ്. അവിടുന്ന് മറ്റേ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് അവിടുത്തെ ഒന്നായിട്ടുള്ള വെള്ളമൊക്കെ കൂടി മലമെന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ ഈ കൂടെ പോണത്. എന്താ പറയുക മഴക്കാറുണ്ടായതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ആ മല നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റും ഗൈസ്. ഇവിടെയാണ് ആയിട്ടാണ് നമ്മൾ ആ മല വരുന്നത്. അതായത് വയനാട് ഭാഗത്തു നിന്നുള്ള മല വരുന്നത്. അങ്ങനെയാണ് ഗൈസ്. പിന്നെ അങ്ങോട്ടൊക്കെ മലയാളമാണ് കണ്ടോ. അവിടെയൊക്കെ കണ്ടോ അതൊക്കെ ആ മലയുടെ ബാക്കിയാണ്. ഈ വള്ളത്തില് നിങ്ങൾക്ക് എന്താ പറയാനല്ലേ ആൾക്കാരോട് ഒരു മെസ്സേജ് പറഞ്ഞു കൊടുത്താ? അമ്മ ആരും വള്ളത്തിൽ ഇറങ്ങരുത്. ഇന്നോടല്ലോ ഓരോട്. കുട്ടികളൊന്നും പോയി കുളിച്ചാനും ഒന്നിനും പോയത് ചൂടിടാനൊന്നും കുട്ടികള് കുളിച്ചിട്ടില്ലേ വേണ്ടില്ല. കുളിച്ചില്ലേ ചീത്തയൊന്നും പറയില്ല. ഇപ്പത്തെ സാഹചര്യം ഒരാഴ്ച കുളിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി കുളിച്ചിട്ട് പറഞ്ഞു പോടാ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച കുളിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് അങ്ങനെ
അപ്പൊ ഗൈസ് എല്ലാവരും വള്ളത്തേക്ക് മാക്സിമം ഇറങ്ങാക്കാൻ നോക്കുക. കാരണം മാക്സിമം അപകടം ഒഴിവാക്കുക. കാരണം നിലമ്പൂര് ഞങ്ങളെ നാട്ടിൽ ഇപ്പൊ അടുത്ത് ഒരു പാട്ടുകാർ ഇപ്പൊ പോയിട്ടുള്ളൂ, ഇപ്പോഴും കിട്ടിയിട്ടില്ല, തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, വള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചൂടക്കാര് പിന്നെ ഗൈസ് നമ്മൾ വാടപ്പേൻ്റെ കാര്യം ഒന്നുകൂടിയും പറയുകയാണ്. ഏതെങ്കിലും ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വാടപ്പേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളത് ചെന്നാണ് നോക്കുക, നമുക്ക് നോക്കണം. കാരണം ഇത് 4 മാസം കൂടി ഉള്ളു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയും. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാല്ലേ. ഇതെന്ത് ഈ താടി മീശൊക്കെ വെച്ചെടുക്കണേ വളർത്ത ഇച്ച വന്നിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പം അമ്മക്ക്. എല്ലാവർക്കും പോവല്ലേ ഇവിടുന്ന് ചാടി പണ്ടൊക്കെ കഴിച്ച് നമ്മൾ ഇതിന്റെ മുകളിൽ നിന്നൊക്കെ ചാടീന് കേട്ടോ. ഇതിന്റെ മുകളിൽ നിന്നൊക്കെ താഴത്തേക്ക് ചാടീന്. അന്ന് പോലീസുകാരൊക്കെ എന്നാലും കുറെ ആട്ടിയൊക്കെ ചെയ്തിന്. അതൊക്കെ ഒരു കാലം. അപ്പൊ കഴിച്ച് നമുക്ക് ഇനി നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം. കുട്ടികളാണെങ്കിൽ ഞങ്ങളിപ്പോഴും കുട്ടികളാണല്ലോ. ആരും ഞങ്ങൾ തന്തായി കയറണേ അല്ല, നിങ്ങൾ ഇവിടേക്ക് വരും കുളിച്ചാൽ ഞങ്ങൾ പിന്നാലെ ഇപ്പൊ പോരണ്ടല്ലോ. ആരാ പറഞ്ഞ എനിക്കൊന്നും എപ്പോഴും പോതല്ല. നിങ്ങൾ വരും, ഞാൻ വടിയും കൊണ്ട് പിന്നാലും വരണം. വെച്ച് കുടിയിരിക്കാൻ പറ്റൂല, ഞാൻ തെരഞ്ഞാണ് കൊറേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ. നല്ല ഓർമ്മ ഉണ്ട്. വടിയും കൊണ്ട് എത്തുക വരുമ്പോ പിന്നീട് അല്ലാന്ന് തോന്നൂല.